സാർ, ഈ മലയാള സിനിമയിൽ ഡബ് ചെയ്യുമ്പോഴും സീരിയലിൽ ഡബ് ചെയ്യുമ്പോഴും നമ്മൾ വ്യത്യാസങ്ങളുണ്ടോ? അല്ല, വ്യത്യാസം രണ്ടിടത്തും നമ്മളൊരു കഥാപാത്രത്തിനാണ് ഡബ് ചെയ്യുന്നത്. അതെ, സീരിയലായാലും സിനിമയായാലും ഒരു കഥാപാത്രത്തിനാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഡബ് ചെയ്യാന്നുള്ളതല്ലാതെ സീരിയലിനൊരു ഡബിങ് സിനിമയ്ക്കൊരു ഡബിങ് അങ്ങനെ ഇല്ല. പക്ഷേ മോഡുലേഷൻ വ്യത്യാസം വരും അല്ലേ? മോഡുലേഷൻ വളരെ വ്യത്യാസം, ആ കഥാപാത്രത്തിനനുസരിച്ചുള്ള മോഡുലേഷനേ വരുള്ളൂ, അല്ല വ്യത്യാസം വരുന്നില്ല. വ്യത്യാസം ഉള്ളത് ഇപ്പോൾ ആദ്യകാലം ഞങ്ങളൊക്കെ ഡബ് ചെയ്യാൻ പോകുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ സ്ക്രീനായിരിക്കും, വലിയ സ്ക്രീനിലായിരിക്കും പടം വരിക. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു സൗകര്യമുണ്ട്, ലിപ്പിൻ്റെ അനക്കമോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇത് പലപ്പോഴും ഈ എന്താണ് നമ്മുടെ പെട്ടിയിലാണ്, ടി വിയിലാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഇൻറ്റിമേറ്റായിട്ട് അത് നോക്കി കാണേണ്ടി വരും. അത്രയും ഒരു സൗകര്യം അങ്ങനെ ഉള്ളൂ. അതല്ലാതെ സിനിമയിലായാലും സീരിയലിലായാലും ഒരു കഥാപാത്രത്തിന് ഡബ് ചെയ്യുന്നു, ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നു, അതാണ് വേണ്ടത്. സാർ, ഒരു നടനാണെങ്കിലും ഒരു നടിയാണെങ്കിലും ഒരു സീരിയലിലോ സിനിമയിലോ അഭിനയിച്ച ഫെയിം കിട്ടും, പുറത്തിറങ്ങുമ്പോൾ 4 പേര് തിരിച്ചറിയും. മറ്റ് ഡബ്ബിങ് ആർട്ടിസ്റ്റിൽ നിന്ന് സാറിനെ വ്യത്യസ്തനാക്കുന്നത് ഈ ഒരു സ്വരത്തിൻ്റെ മോഡുലേഷനും അല്ലെങ്കിൽ ഒരു സ്വരം തന്നെയാണ്. ഞാൻ കേട്ടൊരു കഥയുണ്ട്, ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന സമയത്ത് റോഡിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ ഒരു പോലീസുകാരൻ വരുമ്പോൾ ശബ്ദത്തിൽ നിന്ന് തന്നെ നോട്ട് ചെയ്യുന്നു. എന്തായിരുന്നു എൻ്റെ യഥാർത്ഥ കഥ? അത് ഞാൻ ഈ അടുത്ത കാലത്തൊരു ഏറ്റവും ഒടുവിലിറങ്ങിയ എൻ്റെ ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പേര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒന്നാണ്. ഇങ്ങനെ അവിശ്വസനീയമായ കുറേ കഥകളുണ്ട്. അത് ഞങ്ങളൊരു ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ച് മടങ്ങുമായിരുന്നു തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഇടയ്ക്ക് പാതിരാത്രിയായി, ഒരു മണിയോളമായി. വണ്ടികളൊക്കെ തടഞ്ഞിട്ട് പരിശോധിക്കുന്നത്, എന്തോ ഒരു വിവരം കിട്ടിയിട്ടോ മറ്റോ വണ്ടികൾ പരിശോധിച്ചാവാം. അപ്പോൾ അവിടെ കുറേ നേരം നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ളതുകൊണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന മുകുന്ദൻ എന്ന് പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ കൂടെ, അല്ല മുകുന്ദൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അന്ന് അറിയപ്പെടുന്നു എന്നേക്കാൾ, അന്ന് ഞാൻ അങ്ങനെ അറിയുന്ന ഒരാളൊന്നും അല്ല. അപ്പം മുകുന്ദനെയും വിളിച്ചുകൊണ്ട് ഞാൻ ഈ പോലീസ് ഓഫീസിൻ്റെ അടുത്തേക്ക് ചെന്നു. രാത്രിയിലാണ്, 12 മണി 1 മണി ഏണ്ടായി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഇയാൾ എന്തൊക്കെ എഴുതുന്നുണ്ട്, ആരുടെയോ കടലാസൊക്കെ നോക്കി വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ 1 മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആ പോലീസ് ഓഫീസർ കണ്ണെടുക്കാതെ തന്നെ അലിയാ സാറല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ വീണ്ടും അയാൾ അങ്ങനെ തന്നെ, അല്ല സാർ എവിടെ പോയിട്ട് വരും? ഞാൻ പറഞ്ഞു, ഒരു ആവശ്യത്തിന് പന്തളത്തൊരു ഷൂട്ടിംഗ് ഉണ്ട്, അവിടെ പോയിട്ട് വരികയാണ്. സുഖമായിരിക്കുന്നു സാർ, പോയിക്കോ. ഞാൻ ചോദിച്ചല്ല, മനസ്സിലായില്ല. പറഞ്ഞു ആർട്സ് കോളേജിൽ ഞാൻ പഠിച്ചിരുന്നു, അപ്പോൾ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് സർക്കിൾ ഇൻസ്പെക്ടറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ പലയിടത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പം ബന്ധങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും വലുതായിരിക്കും അല്ലേ? അധ്യാപകരിൽ നിന്നുള്ള ബന്ധം, ഡബ്ബിങ്ങിൽ നിന്നുള്ള ബന്ധം, അഭിനയത്തിലുള്ള ബന്ധം വലിയൊരു സർക്കിളാണോ ജീവിതത്തിൽ? അത് ഏറ്റവും വലിയ ബന്ധം അധ്യാപക വിദ്യാർത്ഥി ബന്ധം തന്നെയാണ്, സംശയമില്ല. അതിനൊരു സുഖം റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ അനുഭവിക്കുന്നു. കാരണം മിക്കവാറും ഏത് മേഖലയിൽ ചെന്നാലും നമ്മളൊരു വിദ്യാർത്ഥി കാണും, അത് ഏത് മേഖലയാണെങ്കിലും. കാരണം ഞാൻ ആർട്സ് കോളേജിൽ 12 വർഷം ഉണ്ടായിരുന്നു. അക്കാലത്ത് ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മെഡിക്കൽ പഠനത്തിനായി പോകുന്നതാ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്നാൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയാണ്. എഞ്ചിനീയർമാർ കാണും, കോളേജ് അധ്യാപകർ കാണും, ഏതെങ്കിലും ഓഫീസുകളിൽ ചെന്നാൽ കാണും. അപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യം സഹായിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നമ്മളെ കണ്ടിട്ട് വരും, എന്താ സാർ വന്നതെന്ന് ചോദിക്കും, കാര്യം പറയും പെട്ടെന്ന് തന്നെ. അത് മിക്കവാറും ഓഫീസുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഒരാൾ കാണും. അത് വലിയൊരു ഭാഗ്യമാണ്, ഗുണം ചെയ്തിട്ടുണ്ട്. സീരിയലുകളിലും സിനിമകളിലും എടുത്തു നോക്കിയാലും ഒരു കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കൊടുക്കുന്ന ശബ്ദങ്ങളാണല്ലോ. അപ്പോൾ ഈ ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മൾ ഡബ്ബിങ് ചെയ്യുന്ന സമയത്ത് സാറിനെ കരയിപ്പിച്ച ഒരു ഡബ്ബിങ് സീക്വൻസ് ഉണ്ടോ എപ്പോഴെങ്കിലും? അല്ലാതെ എനിക്ക് ഏറ്റവും ഒരു വെല്ലുവിളിയായി തോന്നിയതും ഏറ്റവും വിഷമിച്ച് ഞാൻ ഡബ് ചെയ്തതുമായ ഒരു സന്ദർഭമുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഗാന്ധി സിനിമ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയപ്പോൾ അതിലൊരു ചെറിയ കഥാപാത്രം കൊണ്ട് 2 മിനിറ്റ് ദൈർഘ്യമേ വരുള്ളൂ, ഒരു സീനേ ഉള്ളൂ. അത് ഓംപുരിയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഈ കമ്മ്യൂണൽ റൈറ്റ് സാമുദായിക ലഹളയിൽ അയാളുടെ മകൻ കൊല്ലപ്പെട്ടതിന് ശേഷം പ്രതികാരം ചെയ്യാനായി പോകുന്ന ഓംപുരി എന്ന് പറയുന്ന ആ കഥാപാത്രം, അദ്ദേഹം ചെയ്ത കഥാപാത്രം അവസാനം ഗാന്ധിജിയുടെ അടുത്ത് വന്ന് ഗാന്ധിജിയുടെ സംഭാഷണത്തിലൂടെ അയാൾ പശ്ചാത്തപിച്ച് കത്തി താഴെയിട്ട് കരയുന്നു. അതാണ് ഒരു, അപ്പോൾ അത് 2 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ എന്നാലും ചെയ്യാൻ ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിപ്പോയത് അതാണ്. അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയി ചെയ്തപ്പോൾ. ഈ ശബ്ദം കൊണ്ട് ഉണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും എന്തെങ്കിലും ഉണ്ടോ?
ദോഷങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം എപ്പം വിളിച്ചാലും ആളുകൾ തിരിച്ചറിയും, പെട്ടെന്ന് ആൾക്കാർ അറിഞ്ഞു തുടങ്ങും. അപ്പം ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തൊക്കെയാണ്? അത് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ശബ്ദം കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടായിട്ടില്ല, ഗുണമേ ഒരു ബില്ലടയ്ക്കാൻ ചെന്നാലോ പെട്ടെന്ന് ചിലപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് ഇതിൻ്റെ ആളല്ലേ എന്താ സാറിന് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല. അടുത്ത കാലത്ത് എൻ്റെ കൂടെ BA-ക്കും MA-ക്കും പഠിച്ച ഒരു ആൾ 71-ലാണ് ഞങ്ങൾ പിരിയുന്നത്. അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരിക്കലും എനിക്കൊരു ഫോൺ കാൾ വരുന്നു. ഇപ്പോൾ ഒരു 4-5 മാസമേ ആയിട്ടുള്ളൂ. ഫോൺ കാൾ വന്നപ്പോൾ തെറ്റി വന്ന ഫോണാണ്. അവിടെ നിന്ന് ചോദിക്കുന്ന ആൾ അനിൽകുമാർ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അല്ല, നിങ്ങൾക്ക് നമ്പർ തെറ്റിപ്പോയതാണ്, നിങ്ങൾ നമ്പർ നോക്കി വിളിക്കൂ എന്ന് പറഞ്ഞു. 2-3 കഴിഞ്ഞാൽ വീണ്ടും വിളി വന്നു. അപ്പോൾ ഞാൻ എടുത്തില്ല. വീണ്ടും വിളിക്കുന്നു. അപ്പോൾ ശരിക്കും നമുക്കൊരല്പം ദേഷ്യമൊക്കെ വരുമല്ലോ. നമ്മുടെ സുഹൃത്തെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അനിൽകുമാർ അല്ല. ഉടനെ അവിടെ ഇങ്ങോട്ട് അലിയാറല്ലേ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ അതെ. എന്ന് വെച്ചാൽ ആരാണ്? ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഈ 71-ന് ശേഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ലാത്ത എൻ്റെ സഹപാഠിയാണ്. ഞാൻ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റാത്ത ഒരു നിമിഷം. സന്തോഷം. അതെ. പിന്നെ ഞങ്ങൾ നിരന്തരമായിട്ട് ഫോൺ ചെയ്യൊക്കെ ഉണ്ട്. അത് അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്.